Hi all. In this video, we are going to see about the basic elements of C programming language. Basic elements in the sense, in order to create C programming statements, we need some basic elements or tokens, and those tokens are listed over here in this slide. So the tokens include character set, then identifier, keywords, data types, constants, variables, arrays, declarations, operators, expressions, and statements. So we are going to see each one in detail, and in this video we are mainly targeting on character set, identifier, keywords, and the data types. Okay, so coming to the next slide. So tokens or basic elements of C programming language means tokens means it is the smallest building block or the smallest unit of a C program. That is actually tokens or the basic elements means. Okay, so basic element means it is the smallest building block or the smallest unit of a C program. So the tokens can be listed over here like this. Tokens include identifier is a token, then keyword is a token, then constants are tokens, then strings, operators, special symbols, all these are tokens. So its example is also listed over here. Identifier can be an example for identifier can be like this, and keywords example can be like this, and all these things we will see in detail. These are examples for constants, then strings, then operators, then special symbols. Okay, so each one we will see in detail. Next we are going to see the character set. So C character set includes, these are the character sets included in the C programming language. So character sets വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ കേസ് ലെറ്റേഴ്സ് A to Z വരെയുള്ള അപ്പർ കേസ് ലെറ്റേഴ്സും അതുപോലെ തന്നെ ലോവർ കേസ് ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും ക്യാപിറ്റൽ ലെറ്റേഴ്സും ക്യാരക്ടർ സെറ്റിൽ വരും. അതുകൂടാതെ ഡിജിറ്റ്സ് 0 തൊട്ട് 9 വരെയുള്ള ഡിജിറ്റ്സും ക്യാരക്ടർ സെറ്റിൽ വരും, നമ്പേഴ്സ് 0 to 9. ദെൻ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് നമ്മുടെ കീബോർഡിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ബാക്കി വരുന്ന എല്ലാ ക്യാരക്ടേഴ്സും സ്പെഷ്യൽ ക്യാരക്ടേഴ്സിലാണ് വരുന്നത്. ഓക്കെ, കീബോർഡിൽ കണ്ടിട്ടുള്ള ബാക്കി സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എല്ലാം കണ്ടിരിക്കുന്ന ക്യാരക്ടേഴ്സ് എല്ലാം ഈ സ്പെഷ്യൽ ക്യാരക്ടേഴ്സിന്റെ കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ സിയുടെ ക്യാരക്ടർ സെറ്റിനെ ഇങ്ങനെ 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പർ കേസ് ലെറ്റേഴ്സ്, ലോവർ കേസ് ലെറ്റേഴ്സ്, ഡിജിറ്റ്സ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ് ജസ്റ്റ് നമുക്കൊന്ന് നോക്കി പോവാം. സ്പെഷ്യൽ ക്യാരക്ടേഴ്സിൽ വരുന്നത് ഈ കൊടുത്തിരിക്കുന്ന സിമ്പിൾസ് ഒക്കെയാണ്. എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട്, ഹാഷ് സിമ്പിൾ ഉണ്ട്, ഡോളർ സിമ്പിൾ ഉണ്ട്, പെർസെന്റ് സൈൻ ഉണ്ട്, ദെൻ ക്യാപ് സിമ്പിൾ, ആംപർസെന്റ് സിമ്പിൾ, ഓൾ ദോസ് തിങ്സ്. ഓക്കെ, അതുപോലെ ഓപ്പറേറ്റർ സിമ്പിൾസ്, പ്ലസ്, മൈനസ്, ഈക്വൽ ടു, ഓൾ ദോസ് തിങ്സ് കംസ് അണ്ടർ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. These are also special characters. ഈ parenthesis, curly brackets, square brackets ഒക്കെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സിൽ വരുന്ന. പിന്നെ വരുന്നതാണ് സെമിക്കോളൻ, അതുപോലെ അപ്പോസ്ട്രോഫി, കൊട്ടേഷൻ മാർക്ക്, all those things. Okay, question mark, less than, greater than symbol, all these things comes under period symbol. All these things comes under special characters. അതുപോലെ വൈറ്റ് സ്പേസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടാബ് ഉണ്ട്. ടാബ് എന്ന് പറയുമ്പോൾ 3-4 വൈറ്റ് സ്പേസ് ഒന്നിച്ച് പ്രൊവൈഡ് ചെയ്യും. അതുകൂടാതെ സ്പേസ് ബാർ നിങ്ങൾക്ക് അറിയാം, അതിൽ ഒറ്റ സ്പേസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, വൈറ്റ് സ്പേസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ന്യൂ ലൈൻ, നെക്സ്റ്റ് ലൈനിലേക്ക് വരാൻ വേണ്ടിയിട്ട് എൻ്റർ കീ ഉണ്ട്, അതാണ് ന്യൂ ലൈൻ എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത്. സോ ഇങ്ങനെയുള്ള സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം സി ക്യാരക്ടർ സെറ്റിൽ വരുന്നതാണ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എല്ലാം. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ കണ്ടത് സി ക്യാരക്ടർ സെറ്റിൽ എന്തൊക്കെയാണ് വരുന്നതെന്നാണ് കണ്ടത്. ഓക്കെ, അതുപോലെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് ഐഡന്റിഫയേഴ്സ് ആണ്. ഐഡന്റിഫയേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ സിയിൽ നമ്മൾ വേരിയബിൾസും അതുപോലെ തന്നെ ഫംഗ്ഷൻസ്, അറേസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ട്. വേരിയബിൾസ്, ഫംഗ്ഷൻസ്, അറേസ് എന്ന് പറയുന്നതെല്ലാം വേരിയസ് എലമെന്റ്സ് ആണ്. ആ എലമെന്റ്സിനൊക്കെ നമുക്ക് പേര് കൊടുക്കാൻ വേണ്ടി, നെയിം കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഐഡന്റിഫയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമുക്കൊരു വാല്യൂ, ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യണം നമ്മൾ പറയില്ലേ, എയിലേക്ക് 10 വെക്കുന്നു, സ്റ്റോർ ചെയ്യുന്നു, A = 10. അപ്പോൾ A = 10 എന്ന് പറയുമ്പോഴത്തെ A എന്ന് പറയുന്നത് അവിടുത്തെ ഒരു വേരിയബിൾ ആണ്. ഓക്കെ, A എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ്. ആ വേരിയബിളിന് നെയിം കൊടുക്കാന്ന് വെച്ചാൽ ഐഡന്റിഫയർ എന്നും പറയും ഈ വേരിയബിളിനെ. ഓക്കെ, ഈ A എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു വേരിയബിളിന് നമുക്ക് എങ്ങനെയൊക്കെ നെയിം ചെയ്യാം, അതിന് കുറച്ച് റൂൾസും കൺവെൻഷൻസ് ഒക്കെ ഉണ്ട്. ആ നെയിമിംഗ് കൺവെൻഷൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ അതിന് നെയിംസ് കൊടുക്കുന്നത്. അപ്പോൾ വേരിയബിൾസിനും അതുപോലെ തന്നെ ഫംഗ്ഷൻസ് നമ്മളിപ്പോൾ സ്വാപ്പ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ സ്വാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് പേര് കൊടുക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ നമ്മൾ അതിന് പേര് കൊടുക്കും. അപ്പോൾ ആ പേര് കൊടുക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ നെയിമിംഗ് കൺവെൻഷൻസ് ഒക്കെയാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ ആ ഫംഗ്ഷൻ്റെ പേരും അതുപോലെ തന്നെ ഈ അറേക്ക് നമ്മൾ പേര് കൊടുക്കും. അറേയുടെ കാര്യം നമ്മൾ ബബിൾ സോർട്ടിൽ പറഞ്ഞു. സോ അറേക്കൊക്കെ നമ്മൾ പേര് കൊടുക്കുമ്പോഴത്തേക്കും ഇത് ഐഡന്റിഫയേഴ്സ്, ആ പേരിനെല്ലാം നമ്മൾ ഐഡന്റിഫയേഴ്സ് എന്നാണ് പറയുന്നത്. അറേക്ക് പേര് കൊടുക്കുന്നു, അതുപോലെ ഫംഗ്ഷൻസിനും വേരിയബിൾസിനും ഒക്കെ പേര് കൊടുക്കുന്നത്. ആ നെയിംസിനെ നമ്മൾ ഐഡന്റിഫയർ എന്ന് പറയും. അതിനെങ്ങനെ നമുക്ക് നെയിം ചെയ്യാം, അതിൻ്റെ റൂൾസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ
റൂൾസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഐഡന്റിഫയർ എപ്പോഴും ഐഡന്റിഫയറിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ആൽഫാ ന്യൂമറിക് ക്യാരക്ടേഴ്സ് എല്ലാം യൂസ് ചെയ്യാം. ആൽഫാ-ന്യൂമറിക് എന്ന് വെച്ചാൽ ആൽഫബറ്റ്സും ന്യൂമറിക്സും യൂസ് ചെയ്യാം. 0 to 9 A to Z ക്യാപിറ്റലും സ്മോളും നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അണ്ടർസ്കോറും യൂസ് ചെയ്യാം. ഓക്കെ, അണ്ടർസ്കോറും യൂസ് ചെയ്യാൻ പറ്റും. സോ ഇത്രയും ക്യാരക്ടേഴ്സ് ആണ് ഐഡന്റിഫയറിന്റെ നെയിമിൽ വരാമ്പോൾ. വേറെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും വരാൻ പാടില്ല. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വേറെ നമ്മളിപ്പോൾ കണ്ടു, ഒത്തിരി വേറെ ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടു, അതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഒള്ളി അണ്ടർസ്കോർ മാത്രമാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ സ്പെഷ്യൽ ക്യാരക്ടേഴ്സിൽ. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ക്യാരക്ടർ, നമ്മുടെ ഐഡന്റിഫയറിന്റെ ഫസ്റ്റ് ക്യാരക്ടർ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ആൽഫബറ്റ് ആയിരിക്കണം, ക്യാപിറ്റലോ സ്മോളോ ആവാം, ആൽഫബറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അണ്ടർസ്കോർ ആയിരിക്കണം. ഒരിക്കലും ഒരു നമ്പർ വെച്ച് നമ്മൾ ഐഡന്റിഫയറിന്റെ നെയിം സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. അതായത് ഒരു വേരിയബിളിന്റെയോ ഒരു ഫംഗ്ഷന്റെയോ ഒരു അറേയുടെയോ നെയിം ആദ്യമേ നമ്മൾ ഒരിക്കലും ഒരു നമ്പർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ഒരു ആൽഫബറ്റോ അല്ലെങ്കിൽ അണ്ടർസ്കോറോ ആയിരിക്കണം. ഓക്കെ, പിന്നെ അതുപോലെ ഐഡന്റിഫയേഴ്സിന്റെ നെയിം കേസ് സെൻസിറ്റീവ് ആണ്. കേസ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലും സ്മോളും രണ്ടായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഹിയർ യു ക്യാൻ സി ഈ നെയിമും എന്ന് പറയുന്നത് രണ്ട് ഡിഫറെന്റ് ഐഡന്റിഫയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ കീവേഡ്സ് ഉണ്ട്. കീവേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്രീഡിഫൈൻഡ് ടാസ്കിന് വേണ്ടി അല്ലെങ്കിൽ പ്രീഡിഫൈൻഡ് മീനിങ്ങോട് കൂടി ഡിഫൈൻ ചെയ്തിരിക്കുന്ന ടേംസ് ആണ് കീവേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള മീനിങ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പ്രീഡിഫൈൻഡ് മീനിങ്ങിൽ ഉള്ള ഈ കീവേഡ്സിനെ നമുക്ക് ഒരിക്കലും ഐഡന്റിഫയർ ആയിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു, അണ്ടർസ്കോർ അല്ലാത്ത വേറെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും നമ്മൾ ഈ ഐഡന്റിഫയേഴ്സിൽ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ ഐഡന്റിഫയറിന്റെ ലെങ്ത്, എത്രത്തോളം ലെങ്ത് ഐഡന്റിഫയറിന് വരാം എന്നുള്ളത്, അത് 31 ക്യാരക്ടേഴ്സ് വരെ നമുക്ക് ലെങ്ത് ആവാം. അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ എല്ലാ കമ്പൈലേഷനൊന്നും അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, പ്രോബ്ലംസ് വരാം, കമ്പൈലേഷനിൽ പ്രോബ്ലംസ് വരാം. സോ എപ്പോഴും നമ്മൾ ഏറ്റവും ചെറിയ ഒത്തിരി ലെങ്തി അല്ലാത്ത ചെറിയ നെയിംസ് ആയിരിക്കും, അല്ലെങ്കിൽ ചെറിയ ഐഡന്റിഫയർ നെയിംസ് ആയിരിക്കും നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് ആക്സസ് ചെയ്യാനും പിന്നീട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുമ്പോൾ ഒത്തിരി ലെങ്ത് ആകുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബി കോംപ്ലിക്കേറ്റഡ്, പ്രോഗ്രാം വിൽ ഗെറ്റ് കോംപ്ലിക്കേറ്റഡ്. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എപ്പോഴും നമ്മൾ സ്മോളർ ആയിട്ടുള്ള വേരിയബിൾസ് നെയിംസ് അല്ലെങ്കിൽ ഐഡന്റിഫയർ നെയിംസ് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇപ്പോൾ പറഞ്ഞ നെയിമിംഗ് കൺവെൻഷൻസ്, ബാക്കി പറഞ്ഞ റൂൾസ് കാര്യങ്ങൾ ഫോളോ ചെയ്യുക. ഇതാണ് ഫംഗ്ഷൻ ഐഡന്റിഫയറിന്റെ കേസിൽ ഫോളോ ചെയ്യേണ്ട. അല്ലെങ്കിൽ ഐഡന്റിഫയർ എന്ന് പറയുമ്പോഴത്തേക്കും വേരിയബിളിന്റെ നെയിം ആവാം, അല്ലെങ്കിൽ ഫംഗ്ഷന്റെ നെയിം അല്ലെങ്കിൽ അറേയുടെ പേരാവാം. ഇതിൻ്റെ ഒക്കെ നെയിം കൊടുക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരിക്കലും നമ്പർ വെച്ച് ശ്രദ്ധിക്കുക, നമ്പർ വെച്ച് ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. നമ്മളുടെ ഐഡന്റിഫയറിന്റെ നെയിം ഒരിക്കലും നമ്പർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ആൽഫബറ്റോ അല്ലെങ്കിൽ അണ്ടർസ്കോറോ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന കീവേഡ്സ് ആണ്. കീവേഡ്സ് ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു, കീവേഡ്സ് ഒരിക്കലും ഐഡന്റിഫയർ ആയിട്ട് യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞത് കീവേഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രീഡിഫൈൻഡ് മീനിങ് ഉള്ള ഒരു ടേം ആണെന്ന് പറഞ്ഞു. കീവേഡ്സിൽ വരുന്ന ഓരോ ടേംസും, കീവേഡ്സിൽ വരുന്ന ഓരോ വേർഡ്സും പ്രീഡിഫൈൻഡ് മീനിങ് ഉള്ളതാണ്. അപ്പോൾ അത് പ്രീഡിഫൈൻഡ് മീനിങ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക പർപ്പസിന് വേണ്ടി റിസർവ്ഡ് ആയിട്ടുള്ള വേർഡാണ്. അപ്പോൾ ആ ഒരു പർപ്പസിന് വേണ്ടിയാണ് അത് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കമ്പയർ ആ ഒരു വേർഡ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പർപ്പസ് ഇന്നതാണെന്ന് ഓട്ടോമാറ്റിക്കലി ഇന്റർപ്രറ്റ് ചെയ്തോളൂ. ഓക്കെ, സോ അത് റിസർവ്ഡ് വേർഡ്സ് ആണ് കീവേഡ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കീവേഡ്സ് ആർ പ്രീഡിഫൈൻഡ് ആണ്. പ്രീഡിഫൈൻഡ് നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ റിസർവ്ഡ് വേർഡ്സ് ആണ് യൂസ്ഡ് ഇൻ പ്രോഗ്രാമിംഗ് ദാറ്റ് ഹാവ് സ്പെഷ്യൽ മീനിങ്സ്. അതിന് ഓരോന്നിനും ഓരോ മീനിങ് ഉണ്ട്. ടു ദ കമ്പൈലർ, സ്പെഷ്യൽ മീനിങ്സ് ടു ദ കമ്പൈലർ. Then keywords are part of the syntax and they cannot be used as an identifier. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ കീവേഡ് ഒരിക്കലും ഐഡന്റിഫയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല. ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇൻഡ് മണി എന്ന് പറഞ്ഞ്. മണി എന്ന് പറയുന്നത് ഇവിടെ ഒരു ഐഡന്റിഫയർ ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്, ഒരു വേരിയബിളിന്റെ പേരാണ്. ഓക്കെ, ഒരു ഐഡന്റിഫയർ നെയിമാണ്. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ കൺവെൻഷൻസ് വെച്ചിട്ടാണ് മണി എന്ന് കൊടുത്തിരിക്കുന്നത്. അതിന്റെ കൺവെൻഷൻസ് നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്? ആൽഫബറ്റിന് പാടുള്ളൂ, അതുപോലെ ആൽഫബറ്റ് അണ്ടർസ്കോർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ ആൽഫബറ്റ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്കി വരുന്ന ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ആൽഫബറ്റ് ആവാം, നമ്പേഴ്സ് ആവാം, അല്ലെങ്കിൽ അണ്ടർസ്കോർ ആവാം. വേറെ ക്യാരക്ടേഴ്സ് വരാൻ പാടില്ല. അപ്പം അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു വേരിയബിൾ ആണത് മണി എന്ന് പറയുന്നത്. ദെൻ ആ മണി, ഇൻഡ് മണി എന്ന് പറയുന്നത് ഇൻഡ് ഇവിടെ ഈ ഇൻഡ് എന്ന് പറയുന്നത് കീവേഡാണ്. കീവേഡ് എന്ന് പറയുമ്പോഴത്തേന് കീവേഡ്സ് എല്ലാം നമ്മൾ സ്മോൾ ലെറ്റേഴ്സിലാണ് എഴുതുന്നത്. ഓക്കെ, ക്യാപിറ്റലൈസ് ചെയ്യാറില്ല. എപ്പോഴും കേസ് സെൻസിറ്റീവ് ആയണം, സി ലാംഗ്വേജ് നമ്മൾ പറഞ്ഞു. അപ്പോൾ എപ്പോഴും കീവേഡ്സിനെ നമ്മൾ ലോവർ കേസ് ലെറ്റേഴ്സിലാണ് എഴുതാറ്. അപ്പോൾ ഇവിടെ ഇൻഡ് എന്നുള്ളത് എല്ലാം സ്മോൾ ലെറ്റർ ആണ് എഴുതിയിരിക്കുന്നത്. സോ ഇൻഡ് എന്ന് പറയുന്ന ഒരു പ്രീഡിഫൈൻഡ് കീവേഡ് ആണ്. അതിന്റെ പർപ്പസ് അതെന്താ മീൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഡ് കൊണ്ട് മീൻ ചെയ്യുന്നത് അത് കഴിഞ്ഞ് അതിന് ശേഷം വരുന്ന സക്സീഡ് ചെയ്ത് വരുന്ന ആ വേരിയബിളിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഡേറ്റ എന്ന് പറയുന്നത് ഇൻറ്റിജർ ടൈപ്പ് ഡേറ്റ ആയിരിക്കും. അതായത് മണി എന്ന് പറയുന്ന വേരിയബിളിൽ നമുക്ക് ഇൻറ്റിജർ ടൈപ്പ് ഡേറ്റ ആയിരിക്കും സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇൻറ്റിജർ ടൈപ്പ് വേരിയബിൾ ആണ് മണി എന്നതാണ്. ഇൻഡ് മണി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മീനിങ്. ഓക്കെ, ഈ വേരിയബിളിൽ മണി എന്ന് പറയുന്ന വേരിയബിളിന്റെ ടൈപ്പ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇൻറ്റിജർ ടൈപ്പ്, അതായത് ഇൻറ്റിജർ ടൈപ്പിലുള്ള വാല്യൂസ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ.
ഓക്കെ, അപ്പോൾ ഇൻഡ് ഈസ് എ കീവേഡ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് മണി ഈസ് എ വേരിയബിൾ ഓഫ് ടൈപ്പ് ഇൻഡ്. മണി എന്ന് പറയുന്ന വേരിയബിൾ ഇൻഡിജർ ടൈപ്പിലുള്ള ഒരു വേരിയബിൾ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇൻഡ് മണി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇൻഡ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കീവേഡ്, മണി എന്ന് പറയുന്നത് എന്താണ്, ഐഡന്റിഫയർ ആണ്. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞു സി കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ് ആണ്, അതുകൊണ്ട് എല്ലാ കീവേഡ്സും എഴുതുന്നത് ലോവർ കേസ് ലെറ്റേഴ്സിൽ എഴുതണം. അപ്പോൾ ഇവിടെ നമ്മൾ ക്യാപിറ്റൽ ഐ എൻ ടി എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു കീവേഡ് അല്ല, അത് വേറൊരു ഐഡന്റിഫയർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ നമുക്ക് സിയിൽ ANSYS 32, ANSYS എന്ന് പറയുമ്പോൾ സിയുടെ ഒരു വെർഷനാണ്, അതിൽ 32 കീവേഡ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ആ കീവേഡ്സ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ നിങ്ങൾ പഠിക്കണമെന്നില്ല. നമ്മൾ നെക്സ്റ്റ് ഓരോ ടോപ്പിക്സും വരുമ്പോഴത്തേക്കും അതിനകത്ത് ഇപ്പം നമ്മൾ ഓൾറെഡി കണ്ടുപോലെ ഇൻഡ് എന്ന് പറയുന്ന കീവേഡ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇൻറ്റീജർ ടൈപ്പിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഡ് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യുന്നത്, ഇൻറ്റീജർ ടൈപ്പ് ആണെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. സോ അതുപോലെയുള്ള കീവേഡ്സ് വേറെ ഓരോ ഒക്കേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രീ ഡിഫൈൻഡ് മീനിങ് ഉള്ള റിസർവ്ഡ് വേർഡ്സ് ആണ് ഇതെല്ലാം. 32 എണ്ണമാണ് ടോട്ടൽ. ഇതിൻ്റെ ഒക്കെ ഓരോന്നിൻ്റെ യൂസ് നമ്മൾ ഓരോന്ന് പഠിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം ജസ്റ്റ് ഇതിൻ്റെ നെയിം ഒക്കെ ഒന്ന് വായിച്ച് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. ദെൻ അടുത്ത നമ്മൾ ഡേറ്റ ടൈപ്സ് ആണ്. സോ ഡേറ്റ ടൈപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടു, ഇൻഡ് മണി എന്നൊരു എക്സാമ്പിൾ നമ്മൾ കണ്ടു. അതിനകത്ത് നമ്മൾ ഈ ഡേറ്റ ടൈപ്പ് അവിടെ നമ്മൾ പറഞ്ഞു ഈ ഇൻഡ് എന്ന് പറയുന്നത് ഈ മണി എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ടൈപ്പ് സ്പെസിഫൈ ചെയ്യാനാണെന്ന് പറഞ്ഞു. സോ ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഇൻഡിജർ ടൈപ്പാണ്, മണി എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ ടൈപ്പ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്യാനാണ് ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇൻഡ് ഈസ് എ ഡേറ്റ ടൈപ്പ് ആൻഡ് ഇൻഡ് ഈസ് യൂസ്ഡ് ഹിയർ ടു ഇൻ ദാറ്റ് എക്സാമ്പിൾ used in that example to say the type of value that can store in the variable money. ഓക്കെ, അപ്പം ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ഓഫ് ഡേറ്റയാണ് എന്ന പല ടൈപ്പ് ഓഫ് ഡേറ്റ സി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻഡിജർ ഉണ്ട്, ഫ്ലോട്ടിംഗ് പോയിന്റ് ഉണ്ട്, ക്യാരക്ടർ ഉണ്ട്, അപ്പം ക്യാരക്ടർ ഡേറ്റ ഉണ്ട്. അങ്ങനെയുള്ള പല ടൈപ്പ് ഓഫ് ഡേറ്റ സി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഏത് ടൈപ്പ് ഡേറ്റയാണ് നമ്മളുടെ കമ്പ്യൂട്ടർ മെമ്മറിയിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, ഓക്കെ, അതിനെപ്പറ്റി അതൊന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ കളക്ഷൻ ഓഫ് ഡേറ്റ വിത്ത് വാല്യൂസ് ഹാവിംഗ് ഫിക്സഡ് മീനിങ് ആസ് വെൽ ആസ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അത് എന്ത് ടൈപ്പാണ്, ഇൻഡിജർ ആണോ, ഫ്ലോട്ട് ആണോ, അല്ലെങ്കിൽ ഫ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസിമൽ പോയിന്റ് ഉള്ളതാണ്, ഫ്ലോട്ടിംഗ് പോയിന്റ് ആണോ, അതുപോലെ തന്നെ ക്യാരക്ടർ ആണോ, ഇനി ആൽഫബറ്റ്സ് വരുന്നതാണ് ക്യാരക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്യാരക്ടർ ആണോ, അങ്ങനെ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡേറ്റ ടൈപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡേറ്റ ടൈപ്പിനെ മെയിനായിട്ട് നമ്മൾ 3 ടൈപ്പായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒന്നാമത്തത് പ്രൈമറി ഡേറ്റ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്പ് എന്ന് പറയും. പ്രൈമറി ഡേറ്റ ടൈപ്പ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്പ്. സോ പ്രൈമറി ഡേറ്റ ടൈപ്പ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് വരുന്ന എക്സാമ്പിൾസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ് ഉണ്ട്. ഡിറൈവ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രൈമറിയിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. പ്രൈമറിയുടെ ഹെൽപ്പോടുകൂടി, പ്രൈമറിയിലുള്ള ഡേറ്റ ടൈപ്സിന്റെ ഹെൽപ്പോടുകൂടി ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്, അതിൽ നിന്ന് ഉണ്ടായി വന്നിട്ടുള്ളതാണ് ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ്. അതിനകത്ത് വരുന്ന എക്സാമ്പിൾസ് ആണ് ഇതൊക്കെ. ദെൻ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് എന്ന് വെച്ചാൽ നമുക്ക് യൂസറിന് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഡേറ്റ ടൈപ്സ് ആണ്. അപ്പോൾ യൂസറിൻ്റെതായിട്ടുള്ള രീതിയിൽ ഡേറ്റ ടൈപ്സ് ഡിഫൈൻ ചെയ്യാം. അതിനുവേണ്ടി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഡേറ്റ ടൈപ്സ് ആണ് സ്ട്രക്ചർ, യൂണിയൻ, ഇനം, ടൈപ്പ്, ഡെഫ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. 3 ടൈപ്പ് ഡേറ്റ ടൈപ്പ് ഉണ്ട്: പ്രൈമറി ഓർ ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്പ്, ദെൻ ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ്, യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ്. പ്രൈമറി ഡേറ്റ ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഇൻഡ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ, വോയിഡ്, ഇങ്ങനെ 5 എണ്ണമാണുള്ളത് മെയിനായിട്ടുള്ളത്. ദെൻ ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പിൽ വരുന്നത് അറേ, ഫംഗ്ഷൻ, പോയിന്റർ, ഇങ്ങനെ 3 ടൈപ്പാണ് മെയിനായിട്ടുള്ളത്. അപ്പം ഇത്രയും മനസ്സിലാക്കിയൊന്ന് വെക്കുക. ഓക്കെ, ദെൻ ഇതിൻ്റെ ഫസ്റ്റ് നമ്മൾ പ്രൈമറി ഡേറ്റ ടൈപ്പാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രൈമറി ഡേറ്റ ടൈപ്പിൽ നമ്മൾ പറഞ്ഞ പോലെ ക്യാരക്ടർ, ഇൻഡിജേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ഡേറ്റ ടൈപ്പ് ഉണ്ട്, ഫ്ലോട്ടിംഗ് പോയിന്റിനെ റെപ്രസെൻറ്റ് ചെയ്യാനുണ്ട്, ദെൻ ക്യാരക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്, പിന്നെ വോയിഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ക്യാരക്ടറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ട്, ദെൻ ഇൻഡിജറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്, ഫ്ലോട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഡെസിമൽ പോയിന്റ് നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനുണ്ട്, പിന്നെ വോയിഡ് എന്ന് പറഞ്ഞുണ്ട്. വോയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, നത്തിങ് വിൽ ബി ദെയർ. ഓക്കെ, നത്തിങ് എന്നുള്ള മീനിങ് ആണ് വോയിഡ് എന്ന് ഉദ്ദേശിക്കുന്നത്, ആ ഡേറ്റ ടൈപ്പ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ആദ്യമേ ക്യാരക്ടറിൻ്റെ ഇതിലേക്ക് നോക്കുമ്പോഴത്തേക്കും ക്യാരക്ടറിനകത്ത് നിങ്ങൾക്ക് കാണാം അതിനകത്ത് ഡേറ്റ ടൈപ്സ് 3 എണ്ണമാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ക്യാർ എന്ന് പറഞ്ഞ്, ക്യാർ എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് ഉണ്ട്, പിന്നെ സൈൻഡ് ക്യാർ ഉണ്ട്, പിന്നെ അൺസൈൻഡ് ക്യാർ ഉണ്ട്. സോ ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ട്. സോ അത് അന്നേരം ഞാനത് എങ്ങനെയാണ് ക്യാർ, അൺസൈൻഡ് ക്യാർ, സൈൻഡ് ക്യാർ വരുന്നത് പറയാം. ഇനി ഇൻഡിജറിനകത്തും അതുപോലെ തന്നെ സൈൻഡും അൺസൈൻഡും ഉണ്ട്. ഈ സൈൻഡും അൺസൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. സൈൻഡ് എന്ന് അൺസൈൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂസ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ സൈൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും പോസിറ്റീവും നെഗറ്റീവും ആയിട്ടുള്ള വാല്യൂസിനെ മീൻ ചെയ്യുന്നതാണ് അൺസൈൻഡ് എന്ന് പറയുന്നത്.
നമ്മുടെ ക്യാരക്ടറിന്റെ കേസിലാണെങ്കിലും നമ്മളിപ്പോൾ സൈൻഡും അൺസൈൻഡും പറഞ്ഞപ്പോഴും അത് തന്നെയാണ് മീനിങ്, പോസിറ്റീവും നെഗറ്റീവും. സോ അൺസൈൻഡിന്റെ കേസിൽ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള നമ്പേഴ്സ് മാത്രം, അപ്പം നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നെഗറ്റീവും പോസിറ്റീവും വാല്യൂസ് വരുന്നതാണ് സൈൻഡ് ക്യാർ എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇപ്പം ഇൻഡിജേഴ്സിന്റെ കേസിലും നമ്മൾ പറഞ്ഞു സൈൻഡ് അൺസൈൻഡ് ഉണ്ടെന്ന് പറഞ്ഞു. സോ സൈൻഡിനകത്ത് നിങ്ങൾക്ക് കാണാം മൂന്നെണ്ണം പറഞ്ഞിട്ടുണ്ട്, ഇൻഡ്, ഷോർട്ടിൻ്റെ, ലോങ്ങിൻ്റെ എന്നും. ഓക്കെ, സൈൻഡിന്റെ കേസിൽ ഇൻഡ്, ഷോർട്ടിൻ്റെ, ലോങ്ങിൻ്റെ. സോ ഈ സൈൻഡ് അൺസൈൻഡ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഈ ഇൻഡ് ഡേറ്റ ടൈപ്പിന്റെ കൂടെ യൂസ് ചെയ്യാവുന്ന ഒരു അതിൻ്റെ ഒരു ഫീച്ചറാണ് സൈൻഡ് അല്ലെങ്കിൽ അൺസൈൻഡ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ ഷോർട്ട്, ലോങ് എന്നും പറയുന്നത് അതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന ഒരു എക്സ്റ്റൻഷനാണ്. ഓക്കെ, സോ അതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട്, ലോങ് എന്ന് പറയുമ്പോൾ ഒരു ക്വാളിഫയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ലൈക്ക് സൈൻഡും അതുപോലെ അൺസൈൻഡും അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ ഷോർട്ടും ലോങ്ങും ഒക്കെ ഒരു ക്വാളിഫയേഴ്സ് ആയിട്ട്, അതായത് നമ്മുടെ കറന്റ് ഉള്ള ഡേറ്റ ടൈപ്പിനെ അതിന്റെ ക്വാളിഫയർ ആയിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി അതിന്റെ കൂടെ ഓഗ്മെന്റ് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് ഈ ഷോർട്ട് ഇൻഡ്, ലോങ് ഇൻഡ്, അൺസൈൻഡ് ഇൻഡ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ ഷോർട്ട് ഇൻഡ്, ലോങ് ഇൻഡ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷോർട്ട് ഇൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നോർമൽ ഇൻഡിന്റെ സൈസിനേക്കാളും കുറച്ച് ഷോർട്ട് ആയിരിക്കും. അത്രയും സൈസിന് ചിലപ്പോൾ ആ സെയിം സൈസ് ആയിരിക്കും, അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ച് കുറവായിരിക്കും അതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നോർമൽ നമ്മുടെ ഇന്ത്യൻ ഡേറ്റ ടൈപ്പിന് 2 bytes ആണ് അതിന്റെ കപ്പാസിറ്റി എങ്കിൽ, ഷോർട്ടിന് എന്ന് പറയുമ്പോൾ 2 bytes ആയിരിക്കും മേ ബി സ്റ്റോർ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ 2 bytes താഴെ ആയിരിക്കും സ്റ്റോർ ചെയ്യാൻ പറ്റുക. ഓക്കെ, മാക്സിമം 2 bytes അല്ലെങ്കിൽ അതിന് താഴെ. ലോങ്ങിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും മാക്സിമം 4 bytes വരെ. ഓക്കെ, 4 bytes വരെ അതിന് സ്റ്റോർ ചെയ്യാൻ പറ്റും ഇഫ് ഇൻഡിജറിന്റെ കപ്പാസിറ്റി 2 bytes ആണെങ്കിൽ. ആ ഒരു രീതിയിൽ അതിന്റെ കൂടുതൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ് ലോങ് ഇൻഡ് എന്ന് പറയുന്നത്. ഷോർട്ട് ഇൻഡ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഇൻഡിന്റെ കപ്പാസിറ്റി വരെ അല്ലെങ്കിൽ ഇൻഡിനേക്കാളും താഴെ കപ്പാസിറ്റി വരെ സ്റ്റോർ ചെയ്യാൻ പറ്റും, ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ അൺസൈൻഡ് എന്ന് പറയുമ്പോഴും, അൺസൈൻഡ് ഇപ്പോൾ ഞാൻ പറഞ്ഞു സൈൻഡ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് വാല്യൂസ് വരും, അൺസൈൻഡിലെ ഉള്ളിൽ പോസിറ്റീവ് വാല്യൂസ്. സോ അതിനകത്ത് നമുക്ക് ഇൻഡ്, ഷോർട്ടിൻ്റെ, ലോങ് ഇൻഡ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഈ അൺസൈൻഡ്, സൈൻഡ് അതുപോലെ ലോങ്, ഷോർട്ട് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഇൻഡിജർ, ഇൻഡ് എന്ന് പറഞ്ഞ ഡേറ്റ ടൈപ്പിൻ്റെ കൂടെ ഓഗ്മെന്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന ക്വാളിഫയേഴ്സ് ആണ്. സിമിലർലി ക്യാറിന്റെ കേസിലും സൈൻഡും അൺസൈൻഡും അങ്ങനെ തന്നെ. ഇനി ഫ്ലോട്ട് എന്ന് പറയുമ്പോൾ ഡെസിമൽ പോയിന്റ്സ് ഉള്ള നമ്പേഴ്സ്. അപ്പോൾ അതിനകത്ത് വരുന്ന ഡേറ്റ ടൈപ്സ് ആണ് ഫ്ലോട്ട് ഉണ്ട്, ഡബിൾ ഉണ്ട്, പിന്നെ ലോങ് ഡബിൾ ഉണ്ട്. ഓക്കെ, സോ ലോങ്ങും ഹിയർ ഓൾസോ ക്വാളിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. സോ ഫ്ലോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനിപ്പോൾ 4 bytes ആണ് അതിന്റെ കപ്പാസിറ്റി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡബിൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ഇരട്ടി, അതായത് 8 ആയിരിക്കാം. ഓക്കെ, സോ അങ്ങനെ. അതുപോലെ ലോങ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ, ഡബിളിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ, അപ്പോൾ 10 bytes ആവാം. ഓക്കെ, അതിന്റെ കാൽക്കുലേഷൻ അതിന്റെ നമ്മൾ കാണുന്നുണ്ട് അടുത്ത സ്ലൈഡിൽ. അപ്പം അതായിരിക്കും ഫ്ലോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. വോയിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു നത്തിങ്. ഓക്കെ, അതാണ് ഇത്രയാണ് പ്രൈമറി ഡേറ്റ ടൈപ്സിൽ വരുന്നത്. ഓക്കെ, ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. സോ ഈ ഒരു ടേബിൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇതിനെപ്പറ്റി ഐഡിയ തരും. സോ ഫസ്റ്റ് നമുക്ക് സൈൻഡ് ക്യാർ, അൺസൈൻഡ് ക്യാർ. സോ സൈൻഡ് ക്യാർ നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ റേഞ്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ഈ റേഞ്ച് ഈ നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് -128 എന്നുള്ള നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിനെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ നമ്മുടെ കീബോർഡിലുള്ളതായിട്ടുള്ള ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിനെ ആയിരിക്കും -128 എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ -128 കഴിഞ്ഞ് -127, -126 അങ്ങനെ അപ് ടു 0, പിന്നെ 1, 2, 3 അപ് ടു 127 അങ്ങനെ അത്രയും ക്യാരക്ടേഴ്സ്, അറൌണ്ട് 256 ക്യാരക്ടേഴ്സ് വരും. ഓക്കെ, അത്രയും ക്യാരക്ടേഴ്സിന് ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് പോസിറ്റീവും നെഗറ്റീവും വാല്യൂസുകൾ കമ്പൈൻ ചെയ്ത് വരുന്നതുകൊണ്ടാണ് സൈൻഡ് ക്യാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 1 byte ആണ്. 1 byte ആണ് അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെമ്മറി. അതായത് സൈൻഡ് ക്യാറിന്റെ ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു വേരിയബിളിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1 byte ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ബൈറ്റ്, ബിറ്റ് അതിന്റെ ടേംസ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് അതൊന്ന് പറയുവാണ്. നമുക്ക് 1 ബിറ്റ് എന്ന് പറയുന്നത്, 1 ബിറ്റ് നിങ്ങൾക്ക് അറിയാം, അതാണ് ഏറ്റവും മൈന്യൂട്ട് ഫോം എന്ന് പറയുന്നത് 1 ബിറ്റ്. ഓക്കെ, 1 ബിറ്റ്. ഇനി 4 ബിറ്റ് ചേർന്നതാണ് ഒരു നിബിൾ എന്ന് പറയും. ഓക്കെ, നോർമലി നമ്മളങ്ങനെ യൂസ് ചെയ്യാറില്ല, എന്നാലും 4 ബിറ്റ് ചേർന്നതാണ് ഒരു നിബിൾ എന്ന് പറയും. 4 ബിറ്റ് ചേരുമ്പോൾ വി വിൽ ഗെറ്റ് എ നിബിൾ. ഒരു നിബിൾ നമുക്ക് കിട്ടും. ഓക്കെ, NIBBLE. പിന്നെ ഇനി ഇത് നിബിൾ എന്ന് പറയുമ്പോൾ 4 ബിറ്റ്. ഓക്കെ, 4 ബിറ്റ്. ഇനി 8 ബിറ്റ് ചേരുമ്പോഴാണ് ഒരു ബൈറ്റ് എന്ന് പറയുന്നത്. 8 ബിറ്റ് ചേരുമ്പോഴാണ് ഒരു ബൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് ഒരു ബൈറ്റ് ആണ്. ഒരു ബൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 1 byte is equal to 8 bits. 8 ബിറ്റ്സിനാണ് 1 byte എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ അപ്പോൾ 1 byte എന്ന് പറയുന്നത് 8 bits ആണ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇനി അൺസൈൻഡ് ക്യാറിന്റെ കേസിൽ ഇവിടെ നിങ്ങൾ കണ്ടു കാണും, മേളിൽ നമ്മൾ 256 ക്യാരക്ടേഴ്സ് പറയും. അത് പോസിറ്റീവ് നെഗറ്റീവ് വാല്യൂസ് വരുന്നതുകൊണ്ടാണ് സൈൻഡ് എന്ന് പറഞ്ഞത്. ഇവിടെ പോസിറ്റീവ് മാത്രമേ ഉള്ളൂ, അതായത് 0 നിന്ന് തുടങ്ങിയിട്ട് 255 വരെ ഉള്ളൂ. അതായത് 256 ക്യാരക്ടേഴ്സ്, 0 to 255 എന്ന് പറയുമ്പോൾ 256 ക്യാരക്ടേഴ്സ് മൊത്തം വരും. അപ്പോൾ അത് അൺസൈൻഡ് ആയതുകൊണ്ട് പോസിറ്റീവ് വാല്യൂസ് മാത്രം, പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂസിൽ റേഞ്ചിലുള്ള വാല്യൂസ് മാത്രം ഉണ്ടാകത്തുള്ളൂ.
ഓക്കെ, അതിനും നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് ഓരോന്നിനും യൂസ് ചെയ്യേണ്ടതായിട്ടുള്ള മെമ്മറി എന്ന് പറയുന്നത് 1 ബൈറ്റ് ആണ്. ഓക്കെ, സോ 1 ബൈറ്റിൽ റെപ്രസെന്റ് ചെയ്യാൻ അൺസൈൻഡ് ക്യാർ. അടുത്തത് ഇൻറ്റീജറിന്റെ വേർഷൻസ് ആണ്. ഇൻറ്റീജറിന്റെ വേർഷൻസിൽ ഷോർട്ട് സൈൻഡ് ഇന്റ് ഉണ്ട്, ഷോർട്ട് അൺസൈൻഡ് ഇന്റ് ഉണ്ട്, സൈൻഡ് ഇന്റ് ഉണ്ട്, അൺസൈൻഡ് ഇന്റ് ഉണ്ട്, ലോങ് അൺസൈൻഡ് ഇന്റ് സൈൻഡ് ഇന്റ് ഉണ്ട്, ലോങ് അൺസൈൻഡ് ഇന്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേഞ്ച് ഓഫ് വാല്യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഷോർട്ട് സൈൻഡ് ഇന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ റേഞ്ച് ഓഫ് വാല്യൂ ഏകദേശം ഈ ഒരു റേഞ്ചിലാണ്. സൈൻഡ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് വരും, അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിക്കുക. നെഗറ്റീവ് വാല്യൂ തൊട്ട് ഒരു പോസിറ്റീവ് വാല്യൂ വരെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇൻ ഇഫക്റ്റ് അത് 65536 വാല്യൂ 65536 65536 വരെയുള്ള വാല്യൂസ്, അത്രയും നമ്പർ ഓഫ് വാല്യൂസ് ആയിരിക്കും അത്രയും റേഞ്ചിലുള്ള വാല്യൂസ് ആയിരിക്കും ഇതിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ടൈപ്പിലുള്ള വേരിയബിൾ ആണെങ്കിൽ, ഷോർട്ട് സൈൻഡ് ഇൻ ആണെങ്കിൽ. അപ്പോൾ അത് പോസിറ്റീവ് നെഗറ്റീവ് വരുമ്പോഴത്തേക്കും ആ ഒരു രീതിയിൽ ഡിവൈഡ് ചെയ്ത് പോകും. അടുത്ത ഷോർട്ട് അൺസൈൻഡ് ഇൻ എന്ന് പറയുമ്പോൾ അവിടെ പോസിറ്റീവ് വാല്യൂസ് മാത്രമേ വരുള്ളൂ, അതുകൊണ്ട് അതിൻ്റെ റേഞ്ച് 0 to 65535 ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് കേസിലും ഷോർട്ട് ഇന്നിൻ്റെ കേസിലും ഷോർട്ട് സൈൻഡ് ഇന്നിൻ്റെ കേസിലും ഷോർട്ട് അൺസൈൻഡ് ഇന്നിൻ്റെ കേസിലും 2 ബൈറ്റ്സ് ആണ് നമുക്ക് വേണ്ടി വരുന്നത്. ഓക്കെ, 2 ബൈറ്റ്സ്. അപ്പോൾ ഈ ഇവിടെ നമ്പർ ഓഫ് ബൈറ്റ്സ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് 32 ബിറ്റ് കമ്പൈലറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ കമ്പൈലറിൻ്റെ കേസിൽ ഈ ഓരോ ഡാറ്റ ടൈപ്പിൻ്റെ കേസിലും ഈ ഒരു കപ്പാസിറ്റി ആയിരിക്കും ബാധകം ഉണ്ടാവുക. അപ്പം കമ്പൈലർ 32 ബിറ്റ് അല്ല 64 ബിറ്റ് ആണെങ്കിൽ ഇതിൻ്റെ സൈസ് കൂടും. ഇൻറ്റീജർ ഡാറ്റ ടൈപ്പ് ആണെങ്കിൽ അതിനകത്ത് അതിൻ്റെ കപ്പാസിറ്റി കൂടും. ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിൽ 2 ബൈറ്റ് ആയിരിക്കില്ല, 4 ബൈറ്റ് ആവും. ഓക്കെ, ഷോർട്ട് ഇൻറ്റിൻ്റെ കേസിൽ. ഇനി അടുത്തത് സൈൻഡ് ഇൻറ്റ്. സൈൻഡ് ഇൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നോർമൽ നമ്മുടെ ഒരു ഇൻറ്റീജർ, ഷോർട്ട് ഇൻറ്റ് അല്ല, നോർമൽ ഇൻറ്റ് ആണ്. സോ അതിൻ്റെ സൈൻഡ് വേർഷൻ ആകുമ്പോൾ കുറച്ചുകൂടിയും കപ്പാസിറ്റി ഉണ്ട്. ഈ മേളിലത്തെ പോലെയല്ല, കുറച്ചുകൂടി കപ്പാസിറ്റി 4 ബൈറ്റ് വരെ അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 4 ബൈറ്റ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ റേഞ്ച് കാണിച്ചിട്ടുണ്ട്. നെഗറ്റീവ് വാല്യൂ ടു പോസിറ്റീവ് വാല്യൂ ആണ്. സോ ടോട്ടൽ 4 to 94967296 വരെ വാല്യൂസ്, അത്രയും വാല്യൂസ്. അപ്പോൾ ഈ അൺസൈൻഡ് ആകുമ്പോഴത്തേക്കും 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. 0 തൊട്ട് ഈ ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് ആയിരിക്കും വരിക. അപ്പോൾ ഇത് നോർമൽ ഇൻറ്റ്, ലോങ്ങും അല്ല ഷോർട്ടും അല്ല, നോർമൽ ഇൻറ്റിൻ്റെ കേസിലുള്ള റേഞ്ച് ഓഫ് വാല്യൂസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് 4 ബിറ്റ് ആയിരിക്കും, 4 ബൈറ്റ് ആയിരിക്കും വേണ്ടി വരിക സ്റ്റോറേജിന്. ഇനി അതുപോലെ തന്നെ അടുത്തത് ലോങ് ഷോർട്ട് സൈൻഡ് ഇന്നും ലോങ് അൺസൈൻഡ് ഇന്നും. ലോങ് സൈൻഡും ലോങ് അൺസൈൻഡ് ഇന്നിനും അതിൻ്റെ റേഞ്ച് ഓഫ് വാല്യൂസ് ഇതുപോലെ മേളിലത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അതിന് 4 ബൈറ്റ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യാറ്. 4 ബൈറ്റ് തന്നെയാണ് നോർമലി. അത് 32 ബിറ്റ് കമ്പൈലറിൻ്റെ കേസിലാണ് പറഞ്ഞത്. ഇറ്റ് വിൽ വേരി ഇൻ ദ കേസ് ഓഫ് 64 ബിറ്റ് കമ്പൈലർ ആണെങ്കിൽ അതിനകത്ത് ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, ഇനി ഫ്ലോട്ട് ആണെങ്കിൽ അതിൻ്റെ റേഞ്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. -3.4 e⁻38 തൊട്ട് +3.4 e⁻38 വരെ ആയിരിക്കും അതിൻ്റെ ഒരു റേഞ്ച് വരിക. അപ്പം ആ ഒരു അത്രയും ഡെസിമൽ പോയിന്റ്സ് വരും. ഓക്കെ, ഡെസിമൽ പോയിന്റ്സിന് എടുക്കാൻ പറ്റും, കൺസിഡർ ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന 4 ബൈറ്റ്സ് ആയിരിക്കും. 4 ബൈറ്റ്സ് ആയിരിക്കും മെമ്മറി യൂസ് ചെയ്യുന്നത്. ഫ്ലോട്ടിന് യൂസ് ചെയ്യുന്ന 4 ബൈറ്റ്സ് ആയിരിക്കും. ദെൻ ഡബിളിന് ഇതിൻ്റെ ഇരട്ടി, അതായത് 8 ബൈറ്റ്സ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ വാല്യൂ അതിൻ്റെ ഡെസിമൽ പോയിന്റ്സ് അപ്പോൾ കൂടുതൽ, ഫ്ലോട്ടിനേക്കാളും കൂടുതൽ ഡെസിമൽ പോയിന്റ്സ് പ്രിസിഷൻ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് ഫ്ലോട്ടിൻ്റെ കേസിൽ നമ്മൾ പോയിന്റ് കഴിഞ്ഞെടുക്കുന്ന വാല്യൂസിനേക്കാളും കൂടുതൽ പോയിന്റ് കഴിഞ്ഞുള്ള വാല്യൂസ് നമ്മൾ ഈ ഡബിളിൻ്റെ കേസിലെടുക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ ലോങ് ഡബിളിൻ്റെ കേസിലും ചെറിയ വ്യത്യാസമുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ദ റേഞ്ച്. ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ അതിൻ്റെ കേസിൽ ലോങ് ഡബിളിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞ പോലെ 10 ബൈറ്റ് ആയിരിക്കും കപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു ലോങ് ഡബിൾ ആയിട്ടുള്ള ഒരു വേരിയബിളിന് 10 ബൈറ്റ് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. 10 ബൈറ്റ് ആയിരിക്കും മെമ്മറിയിൽ എടുക്കുന്ന സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന ഇതോരോന്നും അതിൻ്റെ ഫോർമാറ്റ് സ്ട്രിങ്സ് ആണ്. ഓരോ ഡാറ്റ ടൈപ്പിൻ്റെ വാല്യൂ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഫോർമാറ്റ് സ്പെസിഫയർ ഉണ്ട്. ഫോർമാറ്റ് സ്പെസിഫയർ അല്ലെങ്കിൽ കൺട്രോൾ സ്ട്രിങ് എന്ന് പറയും. ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്, നേരെ മനസ്സിലാവും. അപ്പം ഇപ്പം ക്യാരനെ ആണെങ്കിൽ C എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടായിരിക്കും അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്റീജർ ആണെങ്കിൽ D വെച്ചിട്ടായിരിക്കും. ഓക്കെ, ഫ്ലോട്ടിംഗ് പോയിന്റ് ആണെങ്കിൽ F വെച്ചിട്ടായിരിക്കും. പിന്നെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ സിമ്പിൾ എല്ലാത്തിനും ആദ്യം ഈ ഫോർമാറ്റ് സ്പെസിഫയറിന് ആദ്യമേ എല്ലാം പെർസെൻറ്റേജ് വരും. പെർസെൻറ്റേജ് കഴിഞ്ഞ് വരുന്ന ലെറ്റർ വെച്ചിട്ടായിരിക്കും ഏത് ഡേറ്റ ടൈപ്പ് ആണെന്നുള്ളത് നമ്മൾ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യുന്നത്. പെർസെൻറ്റേജ് C ആണെങ്കിൽ അപ്പം ക്യാരക്ടർ ആണെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ പെർസെൻറ്റേജ് D ആണെങ്കിൽ ഇൻറ്റീജർ ആണെന്ന് മനസ്സിലാക്കാം. അപ്പം അൺസൈൻഡും സൈൻഡും ആണെങ്കിലും അതിന് വ്യത്യാസമൊന്നുമില്ല, രണ്ടിനും പെർസെൻറ്റേജ് C തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്റീജർ ആണെങ്കിൽ പെർസെൻറ്റേജ് D. ഇനി ഷോർട്ട് അൺസൈൻഡ് ഇൻറ്റീജർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പെർസെൻറ്റേജ് Uവും യൂസ് ചെയ്യാറുണ്ട്. അൺസൈൻഡ് മീൻസ് ഷോർട്ട് അൺസൈൻഡ് ഇൻറ്റീജർ ആണെങ്കിലും ഷോർട്ട് അൺസൈൻഡ് ഇൻറ്റീജർ ആണെങ്കിലും ഷോർട്ട് അൺസൈൻഡ് ഇൻറ്റീജർ ആണെങ്കിലും നമ്മൾ പെർസെൻറ്റേജ് U യൂസ് ചെയ്യാറുണ്ട്. ദെൻ അടുത്തത് ഇതിനും അപ്പം അൺസൈൻഡ് U വരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺസൈൻഡിൻ്റെ കേസിൽ മാത്രമാണ്. പക്ഷെ നമ്മൾ ക്യാറിൻ്റെ കേസിൽ രണ്ട് കേസിലും ക്യാറിന് പെർസെൻറ്റേജ് C തന്നെയാണ്. പിന്നെ ഇൻറ്റീജറിൻ്റെ കേസിൽ
ലോങ്ങിൻ്റെ കേസിൽ, ലോങ് സൈൻഡ് ഇൻറ്റിൻ്റെ കേസിൽ പെർസെൻറ്റേജ് എൽ വെച്ചിട്ടായിരിക്കും വരുന്നത്. പെർസെൻറ്റേജ് എൽ ഡി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ലോങ് സൈൻഡ് ഇൻ്റ് ആണ്. പെർസെൻറ്റേജ് എൽ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് അൺസൈൻഡ് ഇൻ്റ് ആണ്. ഓക്കെ, പിന്നെ ഇത് ഫ്ലോട്ട്, ദെൻ ഇത് പെർസെൻറ്റേജ് എൽ എഫ് എന്ന് പറയുമ്പോഴത്തേക്കും ഡബിൾ ആണ്. അപ്പോൾ ഡബിളിന് നമുക്ക് ഡി എന്ന് കൊടുക്കാൻ ഓപ്ഷൻ ഇല്ല, കാരണം ഓൾറെഡി ഇൻറ്റിജറിന് ഡി കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഇവിടെ നമുക്ക് ഡബിളിന് പെർസെൻറ്റേജ് ഡി അല്ല, പെർസെൻറ്റേജ് എൽ എഫ് എന്നുള്ളതാണ്. ഓക്കെ, എൽ എഫ്, സ്മോൾ ലെറ്റർ എൽ എഫ്. ഇനി ലോങ് ഡബിൾ ആണെങ്കിൽ പെർസെൻറ്റേജ് ക്യാപിറ്റൽ എൽ എഫ്, പെർസെൻറ്റേജ് ക്യാപിറ്റൽ എൽ എഫ് കൊടുക്കുക. അപ്പം ഇങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ കൺട്രോൾ സ്ട്രിങ്ങിൻ്റെ ഫോർമാറ്റ് വരുന്നത്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പിന്നെ കാണും. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. ഓക്കെ, ദെൻ സൈൻഡ് ക്യാറിൻ്റെ കേസിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ക്യാറ് സൈൻഡ് ക്യാറും ഉണ്ട് അൺസൈൻഡ് ക്യാറും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ അതിനെ മെമ്മറിയിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു 1 ബൈറ്റാന്ന് പറഞ്ഞല്ലോ, 1 ബൈറ്റാണ് സൈൻഡ് ക്യാറിന് എടുക്കുന്ന സ്പേസ് എന്ന് പറയുന്നത്. 1 ബൈറ്റ് എന്ന് പറയുമ്പോൾ അത് ടോട്ടൽ 8 ബിറ്റ്സ് ആണ്. 1 ബൈറ്റ് എന്ന് പറയുന്നത് 8 ബിറ്റാണ്. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു 1 ബൈറ്റ് ഈസ് ഈക്വൽ ടു 8 ബിറ്റ്. 8 ബിറ്റാണ് 1 ബൈറ്റ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ഈ കാണിച്ചിരിക്കുന്ന ഈ കളങ്ങൾ ഓരോന്നും ഓരോ ബിറ്റിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇത് 0th ബിറ്റ്, ഇത് ഫസ്റ്റ് ബിറ്റ്, ദെൻ സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, 7th ബിറ്റ്, അങ്ങനെ 8 ബിറ്റ്. 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് 8 ബിറ്റ്സ്, 7 വരെയുള്ള ഇൻഡെക്സിൽ വരുന്ന ബിറ്റ്സ് ആണുള്ളത്. ഓക്കെ, സോ ഇതിനകത്ത് ഈ 0th ബിറ്റിനാണ് LSB എന്ന് പറയും, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. MSBനെ നമ്മൾ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് പറയും. ഓക്കെ, ഇനി ഈ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റിൻ്റെ സൈനിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് ഇപ്പം സൈൻഡ് ക്യാറിൻ്റെ കേസിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ വാല്യൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, സോ 1 ആണെങ്കിൽ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1 ആണ് 7th ബിറ്റിൻ്റെ വാല്യൂ എങ്കിൽ, അതായത് MSB ബിറ്റിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് നെഗറ്റീവ് വാല്യൂ ആണെന്നാണ്, നെഗറ്റീവ് വാല്യൂ ആണെന്നാണ് അതിന് മീനിങ്. 0 ആണെങ്കിൽ പോസിറ്റീവ് വാല്യൂ ആണെന്നാണ് അതിന് മീനിങ്. ഓക്കെ, സോ ആ ലാസ്റ്റ് MSB ബിറ്റിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് സൈൻഡ് ക്യാറിൻ്റെ കേസിൽ മനസ്സിലാക്കുന്നത്. ഓക്കെ, സോ ഇപ്പം ഏറ്റവും സ്മോളസ്റ്റ് പോസിബിൾ വാല്യൂ എന്ന് പറയുന്നത് ബാക്കി എല്ലാ ബിറ്റ്സും 0 ഇട്ട് കൊടുക്കുക, ആദ്യത്തെ ഇത് മാത്രം 1 ഇട്ട് കൊടുക്കുക, കാരണം നെഗറ്റീവ് വാല്യൂ വരാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ ഇവിടെ കാൽക്കുലേഷൻ പറഞ്ഞിട്ടുണ്ട്. ഈ കാൽക്കുലേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. 2⁻7 എന്ന് ഉദ്ദേശിക്കുന്ന 7th ബിറ്റ് ആയതുകൊണ്ടാണ്. ഈ 7th ബിറ്റിനെ 2⁻7 ഇൻഡിക്കേറ്റ് ചെയ്യും. ഇത് 2⁻6, ഇത് ബൈനറി ഫോം ആയതുകൊണ്ടാണ് കേട്ടോ 2 എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം ഈ LSBയിൽ വരുന്നത് 2⁻0, 2⁻1, 2⁻2, 2⁻3, 2⁻4, 2⁻5, 2⁻6, 2⁻7. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ്, അതിൻ്റെ വാല്യൂസ് വെച്ചിട്ട്, അതിൻ്റെ വെയിറ്റ് വെച്ചിട്ട് നമ്മൾ ഇവിടെ 1, ഇവിടെ 0, 0, 0, 0, 0, 0, 0 ഈ വെയിറ്റ് വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കുന്നത് 128 ആണ് കിട്ടിയിരിക്കുന്നത്. ഇതിന് MSBയിൽ ഇതിൻ്റെ വാല്യൂ 1 ആയതുകൊണ്ട് നമ്മൾ അതിന് നെഗറ്റീവ് സിമ്പിൾ കൊടുക്കണം. -128 എന്ന് കിട്ടി. ഇതാണ് ഏറ്റവും ലീസ്റ്റ് വാല്യൂ. സ്മോളസ്റ്റ് പോസിബിൾ വാല്യൂ ഇതായിരിക്കും. ഇനി ലാർജസ്റ്റ് പോസിബിൾ വാല്യൂ എന്ന് പറയുമ്പോൾ എല്ലാം 1 കൊടുക്കുക. ഈ സൈനിൻ്റെ ബിറ്റിൻ്റെ കേസിൽ 0യും കൊടുക്കണം, കാരണം പോസിറ്റീവ് വാല്യൂ വരണം എന്നുണ്ടെങ്കിൽ. എന്നിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം 2⁻0 തൊട്ട് 2⁻7 വരെയുള്ളതിന് വെയിറ്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 127 ആണ്. അപ്പം ഇവിടെ ലാസ്റ്റ് MSB ബിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് പോസിറ്റീവ് വാല്യൂ ആണ്. സോ നെഗറ്റീവ് സിമ്പിൾ കൊടുക്കേണ്ട ആവശ്യമില്ല. 127 ആണ് കിട്ടുന്നത്. സോ 127 ഈസ് ദ ലാർജസ്റ്റ് പോസിബിൾ വാല്യൂ. അപ്പോൾ നമ്മൾ നേരത്തെ ഈ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞായിരുന്നു, ഇതാണ് സൈൻഡ് ക്യാറിൻ്റെ വാല്യൂവിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞായിരുന്നു. -128 ടു +127. അപ്പോൾ ഇപ്പോൾ നമുക്ക് 128 -128 ലീസ്റ്റ് സ്മോൾ വാല്യൂ കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ലാർജസ്റ്റ് വാല്യൂ കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായി. ഓക്കെ, സിമിലർലി യു ക്യാൻ, അതാണ് ഇവിടെ റേഞ്ച് കാണിച്ചിരിക്കുന്നത്. Therefore the range becomes -128 to +127. ദെൻ നെക്സ്റ്റ് അൺസൈൻഡ് ക്യാറിൻ്റെ കേസിൽ ഇതുപോലെ തന്നെ ഇവിടെ നമുക്ക് അൺസൈൻഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂസ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് MSB ബിറ്റിന് നമ്മൾ പ്രത്യേകം മീനിങ് ഇവിടെ കൊടുക്കുന്നില്ല. MSB ബിറ്റിന് നോർമൽ മീനിങ് തന്നെ, നോർമൽ രീതിയിൽ തന്നെ എടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ ബിറ്റിനെയും കാണിച്ചിട്ടുണ്ട്. ആ ബിറ്റിൻ്റെ വാല്യൂസിനനുസരിച്ച് ഇവിടെ ഒരു എക്സാമ്പിളും പറഞ്ഞിട്ടുണ്ട്. 1000, 1000 എന്നുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. തൊട്ട് മുമ്പിലത്തെ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വെയിറ്റ് വെച്ചിട്ട് അതിൻ്റെ ബൈനറി ഫോമിനെ കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്, ഈ ബൈനറി ഫോമിനെ നിങ്ങൾ കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് യു വിൽ ഗെറ്റ് ഡെസിമൽ വാല്യൂ ആസ് 136 എന്ന് കിട്ടും. സിമിലർലി ഈ ഒരു കേസ് ഏറ്റവും ഹയസ്റ്റ് വാല്യൂ വരാവുന്നത്, എല്ലാം 1 വരാവുന്ന കേസിൽ 255 എന്ന് കിട്ടും. ഓക്കെ, 255 തൊട്ട് 0 തൊട്ട് 255 വരെയാണ് അൺസൈൻഡ് ക്യാറിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞത്. ഇത് കണ്ടില്ലേ, അൺസൈൻഡ് ക്യാറിൻ്റെ കേസിൽ 0 തൊട്ട് 255 വരെയാണ് റേഞ്ച് വരുന്നത്. ഓക്കെ,
സോ സിമിലർലി ഇത് നോർമൽ സൈൻഡ് അല്ല അൺസൈൻഡും അല്ല ക്യാരക്ടർ വാല്യൂ ആണ്. അപ്പോൾ അവിടെ രണ്ട് കേസും വരാം. അപ്പോൾ അതുകൊണ്ട് പോസിറ്റീവും നെഗറ്റീവും വരാം. ഓക്കെ, അപ്പോൾ ഈ ബിറ്റിനെ ബേസ് ചെയ്തിട്ട് അപ്പോൾ 7th ബിറ്റ് ഇവിടെ സൈൻ നോക്കണം. സൈനുകൾ നോക്കിയിട്ടാണ് നമ്മൾ ഈ വാല്യൂ ഇടുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കി അറിയാം, ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ വെയിറ്റ് വെച്ച് വെയിറ്റും അതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് യു വിൽ ഗെറ്റ് 120 എന്ന് കിട്ടി. 120 കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ഈ ബിറ്റ് നമ്മൾ 128 എന്നാണ് എടുക്കുന്നത്. കാരണം ഇത് 1 ആണെങ്കിൽ നെഗറ്റീവ് ആണെന്ന് എടുക്കും, 0 ആണെങ്കിൽ പോസിറ്റീവ് ആണെന്നാണ് എടുക്കുന്നത്. ഓക്കെ, സോ 0 ആണെങ്കിൽ പോസിറ്റീവ് ആണെന്ന് എടുക്കുന്നതുകൊണ്ട് ഇവിടെ വരുമ്പോൾ -128 +0 +0 +0 +8 +0 +0 +0 ചെയ്യുമ്പോഴത്തേക്കും വി വിൽ ഗെറ്റ് -120. ഓക്കെ, സോ ഈ ഇവിടെ അതിൻ്റെ 2 raised to values ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 2 raised to 0 1, 2 raised to 1 2, അങ്ങനെ 2 raised to 7 വരുമ്പോൾ -2 raised to 7 ആണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ -2 raised to 7 എന്നുള്ള, അതായത് -128 ആണ് എടുക്കുന്ന വാല്യൂ. ഓക്കെ, 0 ആണെങ്കിൽ nothing will be taken, 0 എന്ന് തന്നെ എടുക്കുന്നത്. ഓക്കെ, സോ ലൈക്ക് ദിസ് വി ക്യാൻ ഹാവ് we can get the values of charactersന്റെ വാല്യൂവിനെ നമുക്ക് ഇൻറ്റിജർ വാല്യൂവിനെ നമുക്ക് എടുക്കാൻ പറ്റും ബൈനറി വാല്യൂസിൽ നിന്ന് കൺവേർട്ട് ചെയ്തുകൊണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് ദ ഡേറ്റ ടൈപ്സ്. ഇനി നമ്മൾ ഇതിൻ്റെ കോൺസ്റ്റൻസ് നെക്സ്റ്റ് പാർട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.